അപ്പോൾ ചെമ്പി ഇതിനകത്തുള്ള ഡിസൈനൊക്കെ കണ്ട് എൻ്റെ കിളി പറന്ന് 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 പറന്ന്. അപ്പോൾ ഇതൊരു പണ്ടത്തെ കണക്ക് ഭാഷയുടെ വീടാണ്ടാ. പുള്ളിയുടെ ഉള്ളിൽ നിന്നില്ല സാഹു സാഹു എന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ആടിയ ഡിസൈനാണിത്. അപ്പോൾ ഇത് ക്ലിയർ ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ എച്ച് ചെയ്തെടുത്തേക്കണത്. സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. രണ്ട് ഗ്ലാസും തമ്മിൽ കണക്ട് ചെയ്ത് വരുന്ന രീതിയിലാണ് ഡിസൈൻ കണക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ മാഷിന്റെ സ്റ്റെയറിന് വീതിയില്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ മര്യാദക്ക് കീച്ചാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഗ്ലാസിന്റെ ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ നമ്മൾ പ്ലൈവുഡും ക്ലീവുഡും ഒന്നും ഉപയോഗിക്കാറില്ല. മൊത്തത്തിൽ സൺബാക്ക് മയം. അതായത് ഒരു ഷീറ്റിന് 120 രൂപ. ഈ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോബസ്റ്റപ്പഴം വളഞ്ഞിരിക്കണ പോലെ വളഞ്ഞിരിക്കണേട്ടാ. അപ്പൊ ഈ വളഞ്ഞ സ്റ്റെയറിൽ എങ്ങനെ ടെംപ്ലേറ്റ് എടുക്കാൻ നോക്കാം. വാർക്ക് പണിക്കാരനെ പറ്റി ഒരു കയ്യബദ്ധമാണ്. പറഞ്ഞു വരുമ്പോൾ മാഷിന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. മൊത്തം നീളത്തിലാകുമ്പോൾ വരച്ചെടുത്തിട്ട് നമ്മൾ 2 പീസാക്കി കളയും കേട്ടോ. 2 ഗ്ലാസ് ആക്കി കളയും. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് വന്നേക്കണത് 80 കേട്ടോ. ഹൈറ്റ് ഇട്ടേക്കണത് ടോപ്പ് ഹൈറ്റ് വന്നേക്കണത്. അപ്പോൾ നമ്മുടെ സൺബാക്കിന്റെ ഷീറ്റ് എടുത്തിട്ട് നമ്മളെ ഹാൻഡിൽ ഇണേന്റെ ഓപ്പോസിറ്റ് വീത്തിയിലാണ് നമുക്ക് ചേർത്ത് ഒട്ടിച്ച് കളയാം. എല്ലാ സൈഡും നമ്മൾ മാസ്കിന്റെ പൊട്ടിച്ചാണ്ട് സ്ട്രോങ് ആക്കി കളയാം. എന്നിട്ട് ഇനി നമുക്ക് ആ ഭിത്തിയിൽ വെച്ച് എല്ലാം വരച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ഈ അടിവശം കണ്ട, അടിവശം നമ്മൾ ഈ സ്പൈ കോട്ട് വെച്ചിട്ടാണ് നമുക്ക് മാർക്കണ്ട. ഇപ്പം താഴ്ത്ത് വന്നപ്പോൾ 1.5 ഇഞ്ച് 2 ഇഞ്ചോളം വ്യത്യാസമുണ്ട്. അപ്പം നമുക്കിടെ വാളപ്പളം പോലെ വളഞ്ഞിരിക്കണ സ്റ്റെയർ നമുക്ക് ആദ്യം ചരട് പിടിച്ചങ്ങോട്ട് ലെവൽ ചെയ്ത് കളയാം. അപ്പം നമ്മൾ സ്പൈ കോട്ട് വെച്ചിട്ട് നേരെ ചരട് പിടിച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പം നടക്കു വരുന്ന 2 സ്പൈ കോട്ട് നമുക്കങ്ങോട്ട് മുറിച്ചെടുക്കാം. അത് ചരട് പിടിച്ചിട്ട് കറക്റ്റ് അളവിൽ തന്നെ മുറിച്ചെടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഗ്ലാസ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കുള്ളൂ. അതേപോലെ തന്നെ മുകളിൽ നമ്മൾ ചരട് പിടിച്ച് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ ഷീറ്റ്. എന്നാലും കറക്റ്റായിട്ട്. പിന്നെ നമ്മളെ സ്പിരിറ്റ് ലെവൽ വെർട്ടിക്കൽ വന്ന സ്പിരിറ്റ് ലെവലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആ ഈ ഇരിപ്പിൽ തന്നെ വെച്ചാണ് മാർക്ക് ചെയ്തെടുക്കണം. അതേപോലെ നമ്മൾ ഈ സ്പൈ കോട്ടിൽ വന്നേക്കുന്ന തുളകളും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്കാം. അല്ലെങ്കിൽ ഗ്ലാസ് വെക്കുമ്പോൾ മാറിപ്പോവും. അപ്പോൾ ഇത് ഇത്തിരി എളുപ്പമാണ് നമുക്ക്. ആ ഹോളുകളൊക്കെ ഇതിൽ തന്നെ മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ടോപ്പ് വശം നമ്മൾ ചരട് പിടിച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നമ്മൾ 2 പീസാക്കും ഗ്ലാസ്. 2 പീസായിട്ട് വരുമ്പോൾ 2 സ്റ്റെപ്പായിട്ട് വെക്കും. അല്ലെങ്കിൽ മുതലാളി എന്ത് എരപ്പാളിത്തരം പറഞ്ഞാലും തൊഴിലാളി അത് കീച്ചിക്കൊള്ളണം. അതാണ് യഥാർത്ഥ തൊഴിലാളി. അപ്പോൾ നമ്മൾ വരച്ച് എടുത്തേക്കണൊക്കെ കൊണ്ട് കത്രി കൊണ്ട് മുറിച്ച് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ടെമ്പർ അടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 4 ദിവസമെങ്കിലും പിടിക്കും. അപ്പോൾ 4 ദിവസം നമ്മൾ വീട്ടിൽ ചുരുണ്ടുകൂടി കിടന്നിട്ട് 5-ാമത്തെ ദിവസം വന്ന് ഇവിടെ നിന്നാണ് അർമാദിച്ചാണ്ട് പണിത് കളയാം. അപ്പോൾ ആ ഗ്ലാസ് ടെമ്പർ അടിച്ചതിന് ശേഷം ഉണ്ടാവും എച്ച് ചെയ്യാൻ കൊടുക്കണത്. എച്ച് ചെയ്യാൻ വേണ്ടി ഒരു 2-3 ദിവസം പിടിക്കും. അപ്പോൾ ഗ്ലാസിൻ്റെ നിർഗന്ധലയിൽ നമുക്ക് കമത്തി വെക്കണത് 2 ഇഞ്ചിൻ്റെ സ്ലോട്ട് പോയി വേണ്ട. അത് നമ്മൾ 1.5 ഇഞ്ചാണ് കൂടുതൽ ഭംഗി കേട്ടോ. മാഷിന് 2 ഇഞ്ച് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 2 ഇഞ്ച് തന്നെ എടുത്ത്. അപ്പോൾ ആ മെറ്റീരിയലൊക്കെ മാഷ് തന്നെ മേടിച്ച് തന്നാട്ടോ. നമ്മൾ ലേബർ കരാറായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ചിൻ്റെ ടൈലൈറ്റ് ചെയ്യണ വീലും കൊണ്ടാണ് ഗ്രാനൈറ്റ് കട്ട് ചെയ്തെടുത്ത്. അതുപോലെ തന്നെ നമ്മുടെ 8mm ബിറ്റിട്ടിട്ട് നമ്മൾ ഉളാമ്പിച്ചിങ് എടുത്താണ്. പിന്നെ നമ്മൾ ഒരു കമ്പി നമ്മൾ 8mm അടിച്ച് തരുന്നുണ്ടോ. ആ പോസ്റ്റ് വെൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 8mm ആങ്കർ ബോൾട്ടാണ് നമ്മൾ അടിച്ച് തരുന്നത്. സ്റ്റീലിൻ്റെ ആങ്കർ ബോൾട്ടാണ് സ്പൈ കോട്ട് നമ്മൾ അടിച്ച് കയറ്റിയേക്കണത് 8mm. അത് നല്ല സ്ട്രോങ് ആണ് 8mm ആങ്കർ ബോൾട്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. അപ്പോൾ 2 സ്പൈ കോട്ട് നമ്മൾ 2 അറ്റത്താണ് അടിച്ചാണ് കയറ്റി കളഞ്ഞു. അപ്പോൾ നമുക്ക് 2 ഉഷാർ പണിക്കാരെ കിട്ടിയിട്ടുണ്ടോ, മുത്തുവും ത്രിവിക്രമനും. അതായത് നമുക്ക് മൂലക്ക് ചുരുണ്ടുകൂടി കിടന്ന് തുടങ്ങിയാൽ മതി, ഗ്ലാസ്സൊക്കെ അവരെടുത്ത് വെച്ചോളൂ. അപ്പോൾ ഈ സ്ക്രൂ ഇവിടെ ഈ തുളയിൽ വെറുതെ ഇരുന്നോട്ടെ. നമ്മൾ വെറുതെ ഇരുന്ന് മുറുക്കിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ നമ്മൾ മുറുക്കി വെച്ചേക്കുന്ന സ്പൈ കോട്ടിന് ഒരെണ്ണത്തിന് 600 രൂപ വേണ്ട വില. അത് ചരിവിൽ വെക്കുന്ന സ്പൈ കോട്ടാണ്. അപ്പോൾ നമ്മൾ ആ സ്പൈ കോട്ട് പിടിച്ച് നമ്മൾ ആ ആങ്കർ ബോൾട്ട് അടിക്കാനുള്ള മാർക്ക് ചെയ്തെടുത്താണ്. കാരണം മാഷിന് ആ 2 ഗ്ലാസ് തമ്മിൽ ഗ്യാപ്പ് പാടില്ലെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ ഒരു 2mm ഗ്യാപ്പ് ഇടുന്നുള്ളൂ. 8mm ഒരു ആങ്കർ ബോൾട്ടേ നമ്മൾ അടിക്കണുള്ളൂ കേട്ടോ. അതായത് അപ്പുറത്തെ സൈഡ് അടിച്ച് കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒരു സൈഡ് മാത്രമേ അടിക്കണുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്ലാസ് കയറ്റി കഴിയുമ്പോൾ സാധനം നല്ല പടി പോലെ നിന്നോളും. അപ്പോൾ നമ്മൾ വേറെ വെറൈറ്റി വർക്കുകളൊക്കെ വേറെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുതലാളി തല്ലിക്കൊന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണേ.